നമ്മൾ മോർണിംഗ് തന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഒക്കെ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ ഡിസ്കഷനിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യനാണ് അതിൽ പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രോട്ടീനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ലോ 5ലോ മറ്റോ പഠിക്കുമ്പോൾ EVS പഠിപ്പിച്ച മായ മിസ്സാണ് ആദ്യമായിട്ട് വന്ന് പ്രോട്ടീൻ ഈസ് എ ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്. അത് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. എന്നാൽ ആഫ്റ്റർ മാരേജ് ഞാൻ ഇന്നും കേൾക്കുന്നൊരു വേർഡാണ് പ്രോട്ടീൻ. ഇവിടെയുള്ള മിക്ക ഭക്ഷണത്തിലും പ്രോട്ടീൻ്റെ ഒരു ടച്ച് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഓരോന്നും അതിലുള്ള പ്രോട്ടീൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഈ ദോശ, ഇതിൽ പോലും പ്രോട്ടീൻ ഉണ്ട്. ദേ നോക്കിക്കേ, പ്രോട്ടീൻ റിച്ച് ഇഡ്ലി ആൻഡ് ദോശ ബാറ്റർ 15 ഗ്രാം പ്രോട്ടീൻ. അതുപോലെ ഇത് നമുക്കൊക്കെ മാരിനേറ്റഡ് ചിക്കൻ, ഇവിടെ ഇത് 60 ഗ്രാം പ്രോട്ടീൻ. അങ്ങനെ ദിവസത്തിൽ 3 നേരവും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോട്ടീനെ കുറിച്ച് ഞാനൊരു റിസർച്ച് നടത്തി. വണ്ണം കുറയ്ക്കാൻ ഭക്ഷണം കുറച്ചാൽ മതി, പട്ടിണി കിടന്നാൽ മതി എന്ന് മാത്രം കേട്ട് വളർന്ന എനിക്ക് ഇതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. അതായത് ഒരാൾ അയാളുടെ ഏജ്, ഹൈറ്റ്, വെയിറ്റ് അനുസരിച്ച് പെർ ഡേ ഇത്ര ഗ്രാം പ്രോട്ടീൻ കഴിക്കണം എന്നുണ്ട്. സോ മോർണിംഗിലേക്കുള്ള പ്രോട്ടീൻ ഏകദേശം സെറ്റായി. തീർന്നിട്ടില്ല, അത് യോഗട്ട് അല്ല, 8 ഗ്രാം പ്രോട്ടീനാണ്. ഇതൊക്കെയാണെങ്കിലും ഇടയ്ക്ക് ചീറ്റ് ഡേയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ എന്നാലും മാക്സിമം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. Okay, thanks for watching.